നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. ഈശ്വരൻ കരുണാമയനാണ്, കൃപാലുവാണ്. പക്ഷേ നമ്മുടെ മനസ്സ് ആ കേന്ദ്രത്തിലേക്ക് ട്യൂൺ ചെയ്താലേ ഫലമുള്ളൂ. സ്വിച്ചിട്ടാലേ ബൾബ് പ്രകാശിക്കൂ. ക്ഷേത്രത്തിൽ പോകും, കൈയെടുത്തൊന്ന് തൊഴും, ഓരോരോ കാര്യസാധ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കും, വഴിപാടിനായി കുറച്ച് പണവും അവിടെ കൊടുക്കും. പിന്നെ അവിടെ നിൽക്കില്ല, എത്രയും പെട്ടെന്ന് ക്ഷേത്രസന്നിധിയിൽ നിന്നും പോകും. ക്ഷേത്രത്തിൽ ചെല്ലുന്നത് വീട്ടിൽ 100 കൂട്ടം കാര്യങ്ങൾ ഓർത്തു വെച്ചുകൊണ്ടായിരിക്കും. അവിടെ ചെന്ന് ആ കാര്യങ്ങൾ പറയുന്നതല്ലാതെ ഭഗവാനെ ഒരു സെക്കൻഡ് പോലും ഓർക്കുന്നില്ല. ഈ ദുഃഖങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും തീരുന്നില്ല. പിന്നത്തെ ചിന്ത ക്ഷേത്രത്തിന് പുറത്തു വെച്ചിട്ടുള്ള ചെരുപ്പിനെ കുറിച്ചായിരിക്കും. അതാരെങ്കിലും എടുത്തുകൊണ്ട് പോകുമോ എന്നാണ് ഭയം. അത് കഴിയുമ്പോൾ മനസ്സ് പായുന്നത് തിരിച്ചു പോകാനുള്ള ബസ്സിൻ്റെ പിന്നാലെയാണ്. ക്ഷേത്രത്തിനുള്ളിൽ നിൽക്കുന്നതല്ലാതെ മനസ്സ് ഒരു സെക്കൻഡ് പോലും ഈശ്വരനിൽ ബന്ധിക്കുന്നില്ല. ഈശ്വരസ്മരണയില്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയതുകൊണ്ട് പ്രയോജനവുമില്ല. ക്ഷേത്രാന്തരീക്ഷത്തിൽ മന്ത്രം ജപിച്ചും ധ്യാനിച്ചും മനസ്സിനെ ശുദ്ധീകരിക്കുകയാണ് വേണ്ടത്. എത്ര സമയം നാമം ജപിക്കാൻ കഴിയുന്നുവോ അത്രയും ശ്രമിച്ചാൽ മാത്രമേ ഫലമുള്ളൂ. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. ഗുരുചരണാംബുജ നിർഭര ഭക്തഃ സംസാരാദചിരാത് ഭവമുക്തഃ. ഗുരുചരണാംബുജ നിർഭര ഭക്തഃ സംസാരാദചിരാത് ഭവമുക്തഃ. സേന്ദ്രിയമാനസ നിയമാദേവം സേന്ദ്രിയമാനസ നിയമാദേവം. ദ്രക്ഷ്യസി നിജഹൃദയസ്ഥം ദേവം ദ്രക്ഷ്യസി നിജഹൃദയസ്ഥം ദേവം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സന്ധ്യാദീപം. ഇനി ശങ്കരസ്തോത്രാമൃതം. 12 ശ്ലോകങ്ങളാകുന്ന പൂക്കൾ കൊണ്ടുണ്ടാക്കിയ ഒരു പൂച്ചെണ്ടാണ് ഭജഗോവിന്ദം എന്ന കൃതി. ശിഷ്യർക്കായുള്ള ഉപദേശമാണ് ഈ കൃതി. ഈ ഉപദേശകൃതിയുടെ മൊത്തം സാരം വിവേകത്തെ ഉണ്ടാക്കുക എന്നതാണ്. ഭജഗോവിന്ദത്തിലെ ഫലശ്രുതിയാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. മോഹമുദ്ഗരത്തിൽ 12 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഒടുവിൽ
നിനക്കെന്താണ് 18 ദിക്കുകളിൽ പിരിഞ്ഞ ചിന്തയോടൊത്തിരിക്കുന്ന സ്ഥിതി? ഒരു നിയന്താവില്ലേ? സ്വന്തം കയ്യിൽ ഉള്ളം കയ്യിൽ വെച്ച വസ്തുവെ നിനക്കാര് ബോധിപ്പിക്കും? പ്രഭവാദി വിരുദ്ധമായ ജന്മാദിരഹിതമായ സദ്വസ്തുവെ നീ ബോധിക്കേണ്ടതല്ലേ? അതിനാദ്യം വേണ്ടത് ഏകാഗ്രതയല്ലേ? എന്നിപ്രകാരം ചോദ്യങ്ങളിലൂടെ ചിന്തയെ ജനിപ്പിച്ചു. എന്നിട്ട് ഈ സംസാരമുക്തിക്ക്, തത്വബോധത്തിന് നിർബന്ധമായി ഗുരുനാഥനെ പ്രാപിച്ചിരിക്കണം. ഗുരുപ്രാപ്തിയാണ് മൂലം എന്നുള്ളത് പറയുകയാണ്. 13-ാം ശ്ലോകം. ഗുരുചരണാംബുജ നിർഭരഭക്തഃ സംസാരാദചിരാദ്ഭവമുക്തഃ സേന്ദ്രിയമാനസനിയമാദേവം ദ്രക്ഷ്യസി നിജഹൃദയസ്ഥം ദേവം. ഗുരുചരണാംബുജ നിർഭരഭക്തഃ ഒറ്റ വാക്കാണ്. ഗുരുചരണാംബുജത്തിൽ നിർഭരമായ ഭക്തിയോടൊത്തവൻ, നിർഭരമായ, പൂർണ്ണമായ, നിശേഷേണ നിറഞ്ഞിരിക്കുന്ന, തീർത്തും നിറഞ്ഞിരിക്കുന്ന ഭക്തിയോടൊത്തവൻ. എവിടെ? ഗുരുചരണാംബുജത്തിൽ, ഗുരുനാഥൻ്റെ പാദപത്മത്തിൽ. അംബുജം, അമ്പുവിൽ ജലത്തിൽ ജനിക്കുന്നത് താമര. അപ്പോൾ ഗുരുവിൻ്റെ ചരണങ്ങൾ, ഗുരുവിൻ്റെ കാലുകളാകുന്ന താമര, ആ താമരകളിൽ നിർഭരമായ ഭക്തിയോടൊത്തവൻ, തികഞ്ഞ നിറഞ്ഞ ഭക്തിയോടൊത്തവൻ. അങ്ങനെയുള്ള ആൾ സംസാരാത് അചിരാത് ഭവമുക്തഃ ഭവതി. ഈ സംസാരത്തിൽ നിന്നും അചിരാത്, ഒട്ടും താമസമില്ലാതെ, ഉടനെ തന്നെ ഭവമുക്തഃ ഭവതി, ഭവമുക്തനായി തീരുന്നു. ഭവമുക്തൻ, സംസാരമുക്തൻ. അപ്പോൾ ഈ സംസാരത്തിലെ കെട്ടുപാടുകളിൽ കഴിഞ്ഞിരുന്ന വ്യക്തിയാണ്. അത് സൂചിപ്പിക്കാനാണ് സംസാരാത് എന്ന് പറഞ്ഞത്. ഇപ്പോൾ സംസാരത്തിലെ കെട്ടുപാടുകളിൽ, വിഷയങ്ങളിൽ തന്നെ ബദ്ധനായി കഴിഞ്ഞ വ്യക്തി ഭവമുക്തഃ ഭവതി, ഭവമുക്തനായി തീരുന്നു. അവിടെ ഭവതി നമ്മൾ അർത്ഥം ചേർക്കുകയാണ് അന്വയിക്കുന്ന സമയത്ത്. തീരുന്നു, ഭവിക്കുന്നു എന്ന്. എപ്പോൾ? അചിരാത്, ഒട്ടും താമസമില്ല. ഗുരുഭക്തിയാണ് മോക്ഷമൂലം. ഗുരുനാഥനിൽ ഉറച്ച ഭക്തിയോടൊത്തിരിക്കുമ്പോൾ ഗുരുപദേശം നമ്മളിലേക്ക് പ്രവേശിക്കും. അങ്ങനെ ഗുരുപദേശം പ്രവേശിക്കുമ്പോഴോ തൻ്റെ അപരിമിത രൂപം സാക്ഷാത്കരിക്കും. അതാണ് ഉപനിഷത്ത് പോലും യസ്യ ദേവേ പരാഭക്തി യഥാ ദേവേ തഥാ ഗുരൗ തസ്യൈതേ കഥിതാഹ്യർത്ഥ പ്രകാശന്തേ എന്ന് പറയുന്നത്. ആർക്കാണോ ഗുരുവിൽ, ഈശ്വരനിൽ പൂർണ്ണമായ ഭക്തിയുള്ളത്, അവനാണ് ഉപനിഷത്ത് പ്രതിപാദിതങ്ങളായ തത്വങ്ങൾ ബോധിക്കുന്നതെന്ന്. അപ്പോൾ ഗുരുചരണാംബുജ നിർഭര ഭക്തൻ ഈ സംസാരത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ മുക്തനായിത്തീരുന്നു. ഇതാണ് വസ്തുത. അതുകൊണ്ട് നീ ഗുരുനാഥനെ പ്രാപിച്ചാലും അവിടെ വീണ്ടും സംശയം വരികയാണ്. കേവലം ഗുരുഭക്തി മാത്രം മതിയോ? ഗുരുഭക്തിയോടൊപ്പം ഇന്ദ്രിയ മനോനിയന്ത്രണം വേണം. അഥവാ തികഞ്ഞ ഗുരുഭക്തി ഉണ്ടെങ്കിൽ സ്വാഭാവികമായി ഇന്ദ്രിയ മനോനിയന്ത്രണം വന്നു ചേരും. അതാണ് പറയുന്നത്, സേന്ദ്രിയ മാനസ നിയമാത് നിജഹൃദയസ്ഥം ദേവം ദ്രക്ഷ്യസി. ഏവം, ഇപ്രകാരം. അവിടെ ഇപ്രകാരം എന്നുള്ളത്, ഏവം എന്നുള്ളത് എവിടെ ഘടിപ്പിക്കണം? ഗുരുചരണാംബുജ നിർഭര ഭക്തനായിട്ട് എന്നർത്ഥം. അപ്പോഴേ ഏവം എന്ന് നമുക്ക് ഘടിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ ഏതൊരു മനുഷ്യനാണോ ഈ ലോകത്തിൽ സാധനാമാർഗത്തിൽ ഗുരുചരണാംബുജ നിർഭര ഭക്തനായിരിക്കുന്നത്, അയാൾ സേന്ദ്രിയ മാനസ നിയമാത്, മാനസ നിയമാത്, മനസ്സിനെ നിയന്ത്രിക്കുന്നതിലൂടെ. എങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിലൂടെ? സേന്ദ്രിയ, ഇന്ദ്രിയങ്ങളോടൊത്ത്. ഇന്ദ്രിയങ്ങൾ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിലേക്ക് മനസ്സിനെ ആകർഷിച്ചു കൊണ്ടുപോകുന്നത് ഈ ഇന്ദ്രിയങ്ങളാണ്. ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങളാകുന്ന വിഷയങ്ങൾ. ആ വിഷയങ്ങളുടെ ചർച്ചകൾ അവയിലേക്ക് നമ്മെ
ആകർഷിച്ചു കൊണ്ടുപോവുകയാണ്. അവയെ വേണ്ടതുപോലെ തൻ്റെ നിയന്ത്രണത്തിന് വിധേയമായി വ്യാപരിപ്പിച്ചാൽ പ്രശ്നമില്ല. എന്നാൽ അങ്ങനെ നിയന്ത്രിക്കാത്തവനോ അവ യഥേഷ്ടം മേയും. അങ്ങനെ മേഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് എത്തിച്ചേരുക എന്ന് പറയാൻ വയ്യ. ഇപ്പം ഇന്ദ്രിയങ്ങൾ മനസ്സിനെ ആകർഷിക്കും, മനസ്സ് വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങളെ തള്ളും. ഇത് രണ്ടും സംഭവിക്കുന്നു. മനസ്സിനെ വിഷയങ്ങളിലേക്ക് ആകർഷിക്കുന്നത് ഇന്ദ്രിയങ്ങളാണ്, ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിലേക്ക് തള്ളിവിടുന്നത് മനസ്സാണ്. കൊള്ളാം, അത് നിനക്ക് കിട്ടിയാൽ നന്നാവും, അതിനെ പ്രാപിച്ചാൽ നന്നാവും എന്നീ വിധത്തിൽ ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിച്ച് പ്രചോദിപ്പിക്കുന്നത് മനസ്സാണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ രണ്ടിൻ്റെയും നിയന്ത്രണം പരസ്പര സഹായികളാണ്, പരസ്പര പൂരകങ്ങളാണ്. അതുകൊണ്ടാണ് ഇവിടെ സേന്ദ്രിയ മാനസ നിയമാതെന്ന് പറഞ്ഞത്. അതിലൂടെ മാത്രമേ നിജഹൃദയസ്ഥം ദേവം, സ്വന്തം ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദേവനെ നിനക്ക് കാണാൻ സാധിക്കൂ. സ്വന്തം ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദേവൻ, ആത്മസാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരത്തിലേക്ക് നീ ഉയരുന്നു. അതിനുള്ള മാർഗമാണ് സേന്ദ്രിയ മാനസ നിയമം. ഈ വിഷയം സൂക്ഷ്മമായി ശ്രദ്ധിക്കണം. അടുത്ത പ്രാവശ്യം നമുക്കൊന്നുകൂടി വിചാരത്തിന് വിധേയമാക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. നാദത്തിലെഴുന്ന ചിന്തയൊന്നായി വേഗത്തിലക്ഷരമാക്കിടുന്നു. മേളത്തിലെന്നും കനിയേണമുള്ളിൽ തോന്നേണമെന്നും വിഘ്നേശ്വര ദിവ്യനാമം. പാടുക പാടുക ഗജമുഖനാമം, നേടുക നേടുക മോക്ഷപദം. നരനും സുരനും മുന്നം വാഴ്ത്തും വിഘ്നവിനായക മന്ത്രം. ഓ പാപവിനാശക മന്ത്രം. ഓം ഗം ഗണപതയേ മന്ത്രം. ഓം പാപവിനാശക നമോ നമഃ.